വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ആത്മീയ സമരത്തെപ്പറ്റിയാണ് പറയുന്നത്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുറ്റവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയടങ്ങൾ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. സ്നേഹമുള്ളവരെ, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ ആത്മീയ സമരമാണ്. ഈ ആത്മീയ സമരത്തിൽ നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആത്മീയ സമരത്തിൻ്റെ മേഖലകളെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാകണം. ഈശോ മിശിഹാ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മോട് അക്കാര്യങ്ങളാണ് തിരുവചനത്തിലൂടെ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നത്. ആ തിരുവചനം പ്രധാനമായി കേന്ദ്രീകരിച്ചിരുന്നത് ഒറ്റ കാര്യത്തിലാണ്, അതാണ് ദൈവരാജ്യം. ഈശോ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സുവിശേഷം വായിക്കുന്നത് ദൈവരാജ്യത്തെപ്പറ്റി വ്യക്തമായ ബോധ്യമുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവരാജ്യത്തെപ്പറ്റി നമുക്ക് അറിയാമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ദൈവരാജ്യത്തിൻ്റെ ആഴം എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ദൈവരാജ്യത്തെപ്പറ്റിയും അതിനെ എതിർക്കുന്ന നരകരാജ്യത്തെപ്പറ്റിയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവരാജ്യത്തിൻ്റെ ചിന്തകൾ നമ്മിലേക്ക് വരണമെങ്കിൽ അതിനെ എതിർക്കുന്ന സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെയും കൂട്ടി നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടാകണം. ഞാൻ 2000 പുരോഹിതനായതിനു ശേഷവും ആത്മീയ ശുശ്രൂഷകളെല്ലാം നടത്തി വരുമ്പോഴും ഈ ദൈവരാജ്യത്തെപ്പറ്റി കുറച്ചൊക്കെ അറിവുണ്ടെങ്കിലും ഇതിനെതിരെ നിൽക്കുന്ന തിന്മയെപ്പറ്റി വലിയ ആഴമായ അറിവില്ലായിരുന്നു. തിന്മകളുടെ പല കാര്യങ്ങളുമൊക്കെ പലരും പറയുമ്പോഴും ഇതൊക്കെ ഒരു മാനസിക വിഭ്രാന്തിയാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് വൈദ്യനായി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ സൈക്കോളജിയൊക്കെ പഠിക്കാൻ പോയി. സൈക്കോളജി കൗൺസിലിംഗ് ഒക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ചതിന് ശേഷം പലർക്കും കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വന്നു. കുറച്ചൊക്കെ പലർക്കും മാറ്റങ്ങളൊക്കെ ഉണ്ടായി, നന്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ധാരണകളെ ഒക്കെ അതിജീവിക്കുന്ന വേറെ ചില ശുശ്രൂഷകൾ കണ്ടുപിടിഞ്ഞപ്പോൾ മറ്റ് ചില എൻ്റെ സുഹൃത്ത് ഒരു വൈദികൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്, പിന്നെ ഒരു ധ്യാന കേന്ദ്രത്തിൽ സഹായത്തിന് അച്ഛൻ വരുവാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കൂടുതൽ അച്ഛന് മനസ്സിലാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ ശുശ്രൂഷയോടൊപ്പം തന്നെ അവിടെ സഹായിക്കാണ്ടൊക്കെ പോയി തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അവിടെ തിന്മകൾ ബഹിഷ്കരിക്കപ്പെടുന്നതും സ്വഭാവങ്ങൾ മാറുന്നതും നമ്മളൊക്കെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നും തിരിച്ചറിയുന്നതും ഒക്കെ അവിടെ വെച്ചാണ്. എന്നാൽ സൈക്കോളജി കൗൺസിലിംഗ് മോശമാണെന്നല്ല പറയുന്നത്, അത് ആവശ്യമുള്ള അവസരങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ആവശ്യമുള്ള സ്ഥലത്തോട്ട് ഞാൻ വിടാറുമുണ്ട്, ഞാനും അത് നടത്താറുണ്ട്. അതൊന്നും മോശമല്ല. പക്ഷെ അതൊരു ഹെൽപ്പിംഗ് സ്റ്റെപ്പ് മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ പെർമനൻ്റ് ആയിട്ടൊരു വ്യക്തിയിൽ മാറ്റം വരണമെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം നടക്കണമെന്നുള്ള കാര്യത്തിൽ അപ്പോൾ ബോധ്യമായി തുടങ്ങി. പക്ഷേ അതിനെപ്പറ്റി ആഴമായൊരു അറിവില്ല. ഈ ധ്യാന കേന്ദ്രത്തിൽ സഹായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ തിന്മകളെ ബഹിഷ്കരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അത്ര നല്ല ബോധ്യമില്ല. അങ്ങനെ ഇരിക്കെ കാലടിയിലുള്ള ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിങ്ങിന് പോയി. അവിടെ വെച്ച് ഒരു ദിവസം രാവിലെ കുർബാന കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചു, അച്ഛാ ഒന്ന് കുമ്പസാരിപ്പിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുമ്പസാരിപ്പിക്കാം. കുമ്പസാരം കഴിഞ്ഞു, കുമ്പസാരക്കൂടുണ്ട്. കുമ്പസാരക്കൂടിന് ഇപ്പുറത്ത് വന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ ചില കാര്യങ്ങളൊന്നും എനിക്ക് എൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും എവിടെ ഇറങ്ങിയാലും എല്ലാ കാര്യവും തടസ്സമാണ്. ജാതിക്കാട് ബിസിനസ്സാണ്, ഒരിടത്തും ചെന്നിട്ട് ശരിയാകുന്നില്ല. ചെല്ലുന്നവരോടൊക്കെ ആയിട്ട് ഉടക്കായിട്ട് പെരുകയാണ്. ബിസിനസ്സിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, മദ്യപാനം നിർത്താണ്ട് പറ്റുന്നില്ല. അങ്ങനെ അസ്വസ്ഥമായ ഒരു ജീവിതമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അന്നേരം അവൻ്റെ തലയെ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചു.
അല്പനേരം കഴിയുമ്പോൾ പെട്ടെന്ന് നിലത്തോട്ട് വീണു. അപ്പോൾ എനിക്ക് അല്പം പേടിയായി. അപ്പോൾ ആ പള്ളിയിൽ വേറെ ആരും ഇല്ല. അപ്പോൾ ഉടനെ അവൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. ഈ ധ്യാന കേന്ദ്രത്തിൽ പോകുന്നതിൻ്റെ അവിടുത്തെ ശുശ്രൂഷയുടെ ചില പ്രാർത്ഥനകൾ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ കൂടുതൽ വയലൻ്റ് ആകാൻ തുടങ്ങി. ആ പള്ളിയിൽ കിടന്ന് ഇവന് ഒരു പാമ്പ് എഴയുന്നത് പോലെ ഇങ്ങനെ എഴയാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് പേടിയായി. എന്നാലും ഒരു ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് പുറത്ത് കാണിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കുറേ പ്രാർത്ഥനകളങ്ങ് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തുവാനും പ്രാർത്ഥന ചൊല്ലുന്നു അത്ര ശക്തമായിട്ട് ഇവൻ ഇങ്ങനെ എഴയുകയും ഒച്ച വെക്കുകയും നാക്ക് നീട്ടി കാണിക്കുകയും പാമ്പ് ഇങ്ങനെ നാക്ക് കിട്ടുന്ന പോലെ ഇങ്ങനെ നാക്ക് നീട്ടി കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊരു സെമി അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ അവന് ചോദിച്ചു, നിന്നിൽ ആരാണുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അന്യമതസ്ഥരായ 2 പേരുടെ പേരൊക്കെ പറഞ്ഞു. അവരാണ് എന്നെ നയിക്കുന്നതൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ കുറേ ബഹളം വെച്ചു. ഞാൻ 1 മണിക്കൂർ നേരം ഇരുന്ന്, രാവിലെയാണ്, 1 മണിക്കൂർ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും ഇവൻ ഒന്നും അടങ്ങുന്നില്ല. അപ്പോൾ അവിടെയുള്ള മറ്റ് 3 അച്ഛന്മാരും കൂടെ വന്നു. ഞങ്ങൾ 4 പേരും കൂടെ വീണ്ടും 1 മണിക്കൂർ നേരം കൂടെ ഇവന് വേണ്ടി പ്രാർത്ഥിച്ച് പിന്നെ അവനെ മുട്ടുകുത്തി നിർത്തി വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അങ്ങോട്ട് നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അവനൊന്ന് ശാന്തനായത്. അങ്ങനെ ഒരുവിധം ശാന്തമായപ്പോൾ എനിക്കും സമാധാനമായി, രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാണ്ട് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമല്ലോ എന്ന് ആഗ്രഹിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കുർബാനയ്ക്ക് മുമ്പിൽ ഇരിക്കാണ്ട് തുടങ്ങി. അങ്ങനെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കൂടുതൽ ആത്മീയ കൃപകൾക്ക്, തിന്മകളെ ബഹിഷ്കരിക്കാനുള്ള കൃപകളൊക്കെ കിട്ടിത്തുടങ്ങി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ശുശ്രൂഷയിൽ നിലനിൽക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ കോട്ടയത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ കാലടിയിലെ അച്ഛന്മാരും അവിടെ വന്നിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് ചോദിച്ചു, നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ, അച്ഛാ എന്നെ പരിചയമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ പരിചയമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അവനെ നോക്കിയിട്ട് യാതൊരു പരിചയം തോന്നുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ പണ്ട് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ആ വ്യക്തിയില്ലേ, ആ വ്യക്തിയാണ് ഞാൻ. നല്ല മിടുക്കനായിരിക്കുന്നു, മുഖമൊക്കെ നല്ല തെളിഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞു, ഇന്ന് ഞാൻ നല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്, മദ്യപാനമില്ല, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അന്നത്തെ ആ ശുശ്രൂഷയ്ക്ക് ശേഷം അവൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുക്കാണ്ട് തുടങ്ങി, വചനം വായിക്കാൻ തുടങ്ങി. അവിടെ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം ഉണ്ടാകുന്ന ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത് അവൻ്റെ ജീവിതം ആകെപ്പാടെ മാറി. അപ്പോൾ ദൈവരാജ്യത്തെ പറ്റിയുള്ള അറിവും നരകരാജ്യത്തെ പറ്റിയുള്ള അറിവും അപ്പോഴാണ് എനിക്ക് കൂടുതൽ ലഭിച്ചു തുടങ്ങിയത്. ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഈശോയുടെ ചങ്കിൽ നിറഞ്ഞു നിന്നിരുന്ന മുഴുവൻ ചിന്ത എന്താണെന്ന് അറിയാമോ? ദൈവരാജ്യം എന്താണ്. അപ്പം ദൈവരാജ്യത്തെ പറ്റി പറയാനായിട്ടാണ് ഈശോ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പറയാനായിട്ട് കാരണം കൂടെയുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യ മാതാപിതാക്കന്മാരെ പറുദീസയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ അത് ദൈവരാജ്യത്തിലായിരുന്നു. പക്ഷെ പാപം ചെയ്ത് പിശാചിനോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ആരുടെ അടിമത്തത്തിലായി? പിശാചിൻ്റെ അടിമത്തത്തിലായി. ഇതാണ് നരകരാജ്യം എന്ന് പറയുന്നത്. തിന്മയാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരവസ്ഥ ഈ നരകരാജ്യം എന്ന് പറയും. ഈ നരകരാജ്യത്തെ പറ്റി ഉള്ള ചിന്തകളുള്ളത് കൊണ്ടാണ്, അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. തിന്മകളിൽ നിന്ന് വിടുതൽ നൽകി നമ്മളെ സ്വർഗരാജ്യത്തിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്, വചനം പറഞ്ഞത്, തൻ്റെ ജീവൻ നൽകിയത്, പീഡാസഹന മരണ ഉത്ഥാനത്തിലൂടെ നമ്മെ രക്ഷിച്ചത്. ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ വചനം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ ഇങ്ങനെയാണ്. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാനാണ് ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അവിടുന്ന് തുടങ്ങി ഈശോ സുവിശേഷം പ്രസംഗിക്കാണ്ട് വായ് തുറന്നപ്പോൾ മുതൽ ദൈവരാജ്യത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ പിന്നീട് വായ അടച്ചിട്ടില്ല. ഉത്ഥാനത്തിന് ശേഷവും എന്താ പറയുന്നത്? ദൈവരാജ്യം എന്താണ്. അതുകൊണ്ട് മക്കളെ, നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവരാജ്യത്തെ അറിയാൻ വേണ്ടിയിട്ട് വചനം വായിക്കണം. ഒന്ന് ചേർത്ത് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ദൈവരാജ്യത്തെപ്പറ്റി നല്ല ബോധ്യമില്ലാതിരുന്നുകൊണ്ട് അന്നത്തെ ജനത്തിന് ഈശോ ഉപമകളിലൂടെയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, വിതക്കാരൻ്റെ ഉപമ, വിത്തുകളുടെ ഉപമ, കളകളുടെ ഉപമ, നിധിയുടെ ഉപമ, അതുപോലെ തന്നെ കാര്യസ്ഥൻ്റെ ഉടമ, വിവാഹ വിരുന്നിൻ്റെ ഉടമ,
ഉപമ, ഇങ്ങനെ ഓരോ ഉപമകളെല്ലാം പറയുന്നതിനകത്ത് അടങ്ങിയിരിക്കുന്ന രഹസ്യം മുഴുവനും ദൈവരാജ്യം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവരാജ്യത്തെ പറ്റി വ്യക്തമായ ആഴമായ അവബോധം ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെ, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ഭരിക്കുന്ന അവസ്ഥയെന്നാണ്. അന്നത്തെ കാലഘട്ടത്തിൽ രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. സോളമൻ്റെ രാജ്യം, ദാവീദിൻ്റെ രാജ്യം, ഓരോ രാജാക്കന്മാർ ഭരിക്കുന്നു അവരുടെ രാജ്യം. ഇവിടെ ദൈവം ഭരിച്ചാൽ ദൈവത്തിൻ്റെ രാജ്യം. അപ്പോൾ ദൈവരാജ്യത്തെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ അത് ഭരിക്കുന്ന ആരാണെന്ന് മനസ്സിലാക്കണം, ഭരിക്കുന്ന വ്യക്തിയെപ്പറ്റി മനസ്സിലാക്കണം, ആ വ്യക്തിയുടെ ഹിതം എന്താണെന്ന് നമ്മൾ അറിയണം. ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നവൻ്റെ 3 വർഷം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ സംക്ഷിപ്തം മുഴുവനും ദൈവരാജ്യം തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. മത്തായി 9:35. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. രാജ്യത്തിൻ്റെ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി നടന്നു. ആ ദൈവരാജ്യ അനുഭവം നമുക്ക് ലഭിക്കാൻ തിന്മയുടെ സ്വാധീനങ്ങളെ പരാജയപ്പെടുത്താനായിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. ആ ഉത്ഥാനത്തിന് ശേഷവും ഈശോ വന്ന് 40 ദിവസം ദൈവരാജ്യത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പീഠാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി രാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഏത് രാജ്യത്തെപ്പറ്റി? ദൈവരാജ്യത്തെപ്പറ്റി, സ്വർഗരാജ്യത്തെപ്പറ്റി, ദൈവരാജ്യത്തെപ്പറ്റി പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവസാനം വരെ ഈശോയ്ക്ക് പറയാനുള്ളത് ദൈവരാജ്യം എന്താണ്, ദൈവരാജ്യം എന്താണ്, ഈശോയുടെ ഹൃദയത്തിലുള്ളത് അതാണെങ്കിൽ നമ്മളും ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ദൈവരാജ്യം എന്താണ്. അതൊന്നാമത്തെ കാര്യം. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കാര്യം കൂടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രധാന ശത്രുവായിട്ട് ഈശോ കണ്ടതാണ് നരകരാജ്യത്തെ, സാത്താനാൽ ഭരിക്കപ്പെടുന്നൊരവസ്ഥ. സാത്താൻ എങ്ങനെയാണ് മനുഷ്യമക്കളെ തങ്ങളുടെ അടിമത്തത്തിലാക്കുന്നത് എന്നതിനെ കണ്ടിട്ട് ഈ നരകരാജ്യത്തെ പറ്റിയുള്ള ബോധ്യം ഈശോയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈശോ പറയുന്നുണ്ട്, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭരണം പരിശുദ്ധാത്മാവിലൂടെയാണ്. പിശാചിൻ്റെ ഭരണം ആ പിശാചിൻ്റെ ആധിപത്യത്തിലൂടെയാണ്. അപ്പം ദൈവരാജ്യത്തിൽ വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് വരുന്നതെന്ന് മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവരാജ്യവും നരകരാജ്യത്തിൻ്റെ തകർച്ചയും തമ്മിൽ അഭേദ്യമായ ബന്ധം. നരകരാജ്യം തകരണമെങ്കിൽ എന്ത് വരണം? ദൈവരാജ്യം വരണം. അപ്പോൾ ഇത് തമ്മിൽ കണക്റ്റഡാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ഈശോ കൃത്യമായിട്ട് സാത്താൻ്റെ സാമ്രാജ്യത്തെ അതൊരു കുറച്ച് അരൂപികളായിട്ട് മാത്രം കാണരുത്. അരൂപികൾ തന്നെയാണ്, പക്ഷേ സ്പിരിച്വൽ പേഴ്സൺ ആണ് സാത്താൻ എന്ന് പറയുന്നത്. അതൊരു സംഘടിതമായ ഒരു സാമ്രാജ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ എഫേസ്യ ലേഖനത്തിൽ കാണുന്നത്, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. മനുഷ്യനെതിരായിട്ടല്ല, മനുഷ്യനെതിരായിട്ടാണ് പലപ്പോഴും നമ്മൾ പടവെട്ടുന്നത്. മദ്യപാനിയായ ഭർത്താവിനോട് അവനോടുള്ള വിരോധത്തോടുകൂടി നമ്മൾ പടവെട്ടും. ആ വ്യക്തിക്കെതിരെ യുദ്ധം ചെയ്യേണ്ടത് ആ വ്യക്തിയിലെ തിന്മയ്ക്കെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന സഹോദരനോട്, സഹോദരിയുടെ ഭാര്യയോട്, അവരോട് വിരോധമായിട്ട് ഇരുന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഒരു പ്രയോജനവും ഇല്ല. വഴക്കുണ്ടാക്കി അവസാനം വരെ ജീവിക്കാവുന്നേ ഉള്ളൂ. യുദ്ധം ചെയ്യേണ്ടത് മേഖല അവനിൽ സ്ഫിരിക്കുന്ന, അവളിൽ നയിക്കുന്ന സ്പിരിറ്റിനെതിരെയാണ്. ഒരിക്കലൊരു ഡെലിവറൻസ് ഗിഫ്റ്റുള്ള ഒരു അച്ഛൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു, അച്ഛാ ഇവിടെയുള്ള ഒരു നേഴ്സിനെ പറഞ്ഞു വിടാൻ പോവുകയാണ്. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവൾ എപ്പോഴും വായെടുത്താൽ കള്ളത്തരേ പറയുള്ളൂ. മരുന്ന് കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിലും കൊടുത്തെന്നേ പറയുള്ളൂ. അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ നേഴ്സിനെ പറഞ്ഞു വിടാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവളെ എന്തിനാണ് പറഞ്ഞു വിടുന്നത്? അവളിലുള്ള തിന്മയെ പറഞ്ഞു വിട്ടാൽ മതിയില്ലെന്ന് ചോദിച്ചു. സിസ്റ്റർമാർക്ക് അത്രയും കത്തിയില്ല. പക്ഷേ അച്ഛന് കാര്യം മനസ്സിലായതുകൊണ്ട് ആ പെൺകുട്ടിയെ വിളിച്ചു, അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയോടുകൂടി അവളിൽ നിന്ന് നുണ പറയുന്നൊരു അരൂപി മാറി.
പിന്നീട് അവൾ നുണ പറയുന്ന അവസ്ഥയിലില്ല. അവൾക്കതുകൊണ്ട് ആ ഹോസ്പിറ്റൽ തുടരാണ്ട് സാധിച്ചു. നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തി പറയുന്നൊരു കാര്യമുണ്ട്, ആ വ്യക്തിയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മാംസത്തിനും രക്തത്തിനും, അതായത് മനുഷ്യനെതിരെയല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. അതിൽ മനുഷ്യനെ ഈ പ്രേരിപ്പിക്കുന്ന, പ്രലോഭിപ്പിക്കുന്ന പൈശാചിക തിന്മകൾക്കെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. ഈ തിരിച്ചറിവോടുകൂടി, ഈ തിരിച്ചറിവ് നമ്മിൽ നിറയാനായിട്ടും അങ്ങനെ ഒരു ആത്മീയ അവബോധത്തോടുകൂടി തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന. പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ട് യുദ്ധം ചെയ്യാൻ, തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ, മനുഷ്യനെതിരെയല്ല തിന്മയ്ക്കെതിരെ, മനുഷ്യരിൽ പ്രവർത്തിക്കുന്ന തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ കർത്താവേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. ഈശോ ഒരുവനിൽ നിന്ന് പിശാചിനെ പുറത്താക്കിയപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, ഇവൻ പിശാചുക്കളുടെ തലവനായ ബേത്സബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അപ്പോൾ ഈശോ അതിനൊരു മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: അന്തഃഛിദ്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും, അന്തഃഛിദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല. സാത്താനെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അവൻ തനിക്കെതിരായി തന്നെ ഭിന്നിക്കുകയാണ്. ആ സ്ഥിതിക്ക് അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അവൻ്റെ രാജ്യത്തെപ്പറ്റി ഈശോ കൃത്യമായിട്ട് പറഞ്ഞാണ്. ആ സ്ഥിതിക്ക് അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അവർ തമ്മിൽ അടിയില്ല എന്നുള്ളതാണ്. അവർ തമ്മിൽ നല്ല ഐക്യത്തിലാണ്. അപ്പോൾ അവൻ്റെ രാജ്യം പോകത്തക്ക രീതിയിൽ പിശാച് പ്രവർത്തിക്കത്തില്ല. അപ്പോൾ കർത്താവ് കൃത്യമായിട്ട് അവൻ്റെ തിന്മയുടെ രാജ്യത്തെപ്പറ്റി പറയുകയാണ്: ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. തിന്മയുടെ അരൂപി മാറണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ വെറുതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. പരിശുദ്ധാത്മാവ് നിറയുന്നതിന് തടസ്സമായി നമ്മിൽ എന്തെല്ലാം തിന്മകളുണ്ടെന്ന് വചനം വായിച്ച് കണ്ടെത്തി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച്, കൂടെ കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ, വചനം വായിക്കുമ്പോൾ, ജപമാല ചെല്ലുമ്പോൾ, ആശീർവാദം സ്വീകരിക്കുമ്പോൾ, ഇതുപോലുള്ള കൂട്ടായ്മയിൽ വരുമ്പോൾ, നമ്മുടെ ഇടവകയിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ ദൈവരാജ്യം നമ്മിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നുകൊണ്ട് വീട്ടിൽ പ്രാർത്ഥന ചെല്ലേണ്ടത്. 4 പേരും 4 വഴിക്ക് നിന്നാൽ പോരാ, ഒരേ കൂട്ടായ്മയിൽ നിൽക്കണം. നീ പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിന്നാൽ പോരാ. ഒരേ കൂട്ടായ്മയിൽ നിൽക്കണം. ഒരു കുടുംബമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്, ഒരേ കൂട്ടായ്മയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുടുംബം ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാലേ അവിടെ അത്ഭുതകരമായ ശക്തി വേഗം പ്രകടമാകുകയുള്ളൂ. ഇത് മനസ്സിലായെങ്കിൽ ഒന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നരകരാജ്യത്തെ പരാജയപ്പെടുത്താൻ ദൈവരാജ്യം കടന്നു വന്നതിനെപ്പറ്റി മതബോധന, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കൃത്യമായിട്ട് പറയുന്നുണ്ട്. 550-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരമാണ് പറയുന്നത്: ദൈവരാജ്യത്തിൻ്റെ ആഗമനം പിശാചിൻ്റെ രാജ്യത്തിൻ്റെ പരാജയമാണ്. ദൈവരാജ്യത്തിൻ്റെ ആഗമനം പിശാചിൻ്റെ രാജ്യത്തിൻ്റെ പരാജയമാണ് എന്ന് കൃത്യമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 550-ാമത്തെ ഖണ്ഡിക നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പോരാട്ടത്തിൽ ഈ ലോകത്താർക്കും ഒഴിവഴിവില്ല. എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കണം. ഞാനിതെല്ലാം പറയുന്നത് പിശാചിനെ ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകണം. എങ്ങനെ പരാജയപ്പെടുത്തണം എന്നതിനെ പറ്റിയുള്ള ബോധ്യമുണ്ടാകണം. ദൈവം നമ്മുടെ കൂടെയുണ്ട്, അവനെ പരാജയപ്പെടുത്തിയ ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് ഈ പിശാചിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് എന്നുള്ള കാര്യം കൂടെ വ്യക്തമായിട്ട് ഓർത്തോണം. അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് ഈശോ നമ്മളോട് പറയുന്നുണ്ട്. ഭയപ്പെടാതിരിക്കാൻ കർത്താവ് എപ്പോഴും വിശുദ്ധ കുർബാനയായി നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വചനം കൂടെയുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വേണ്ട രീതിയിൽ പൊരുതണം എന്നുള്ളതാണ്. എന്താണ് വേണ്ട രീതിയിൽ പൊരുതണം? ആത്മീയ പോരാട്ടം. ആവറേജ് രീതി ജീവിച്ചാലൊന്നും തിന്മ പരാജയപ്പെടില്ല. നമ്മൾ ശക്തമായ ഒരു പോരാട്ടം നടത്തണം. ആ പോരാട്ടം നടത്താനായിട്ട് ദൈവം ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന മാർഗമാണ് തിരുസഭ. ആ തിരുസഭയോട് ചേർന്ന് നിന്ന് വേണം
ഇതിനെ തിന്മയ്ക്കെതിരെ പോരാടാനായിട്ട്. തിരുസഭയാണ് സാത്താൻ ശക്തമായിട്ട് ഉന്നം വച്ചിരിക്കുന്നത്. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വന്നപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് പറഞ്ഞു, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, നീ പത്രോസാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞപ്പോൾ, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ശ്രദ്ധിക്കുക, സഭയെപ്പറ്റി പറഞ്ഞ ഉടൻ തന്നെ ഈശോ പറയുന്ന ഒരു കാര്യം, ഈ സഭയ്ക്കെതിരെയുള്ള ശത്രുവിനെ പറ്റിയാണ് പറയുന്നത്. സഭയുടെ മഹത്വത്തെപ്പറ്റി അല്ല വിശദീകരിച്ചു കൊടുക്കുന്നത്, ഈ സഭയെ തകർക്കാൻ നിൽക്കുന്ന നരകരാജ്യത്തെ പറ്റിയാണ് പറയുന്നത്. നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. അതായത് നമ്മൾ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്താൽ, സഭയോട് ചേർന്ന് നിന്നാൽ നരക കവാടങ്ങൾ പരാജയപ്പെടുമെന്നാണ്. അവൻ്റെ കവാടങ്ങൾ തുറന്ന് അകത്ത് കയറി അവനെ പരാജയപ്പെടുന്നത് നമുക്ക് സാധിക്കുമെന്നാണ്. വിശ്വാസത്തോടെ പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ? ഉച്ചസ്വരത്തിൽ പറയാമോ ഹല്ലേലൂയ? നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊക്കെ വീണ് പോകുന്നുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ വേണ്ട ശക്തിയോടുകൂടി യുദ്ധം ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ, ഇത്രയൊക്കെ ഉപവസിക്കുന്നില്ലേ എന്ന് ചോദിക്കും. ഓട് ചേർന്ന് നല്ലൊരു പോരാട്ടം നടത്തണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ സാത്താൻ നമ്മളെ പാറ്റിക്കളയും. അന്ത്യത്താഴവേളയിൽ പത്രോസിനോട് പറയുന്നുണ്ട്, ശെമിയോനെ, ശെമിയോനെ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. അപ്പോൾ ശെമയോൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങയോടുകൂടി മരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈശോ പറഞ്ഞു, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് തന്നെ സംഭവിച്ചു. ആ രാത്രിയിൽ 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞു. സാത്താൻ കൊടുത്ത പ്രലോഭനത്തിൽ ആ പത്രോസ്ലീഹ വീണുപോയി. സഭയുടെ തലവനാക്കി വെക്കാനായിട്ട് ഈശോ തിരഞ്ഞെടുത്ത പത്രോസ്ലീഹ, ഈശോ കൂടെ നടക്കുമ്പോൾ പോലും അവൻ വീണുപോയെങ്കിൽ, പ്രലോഭനത്തിൽ വീണുപോയെങ്കിൽ നമ്മളൊക്കെ എന്തോരം വീണു പോകും. അതുകൊണ്ട് നമ്മൾ വീഴില്ല എന്ന് ആരും പറയരുത്. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം വീണില്ലേലും ഏതെങ്കിലും തരത്തിൽ വീഴിക്കാനായിട്ട് നമ്മുടെ ബലഹീനത എന്തെന്ന് നോക്കി പിശാചിങ്ങനെ നടക്കുകയാണെന്ന് പത്രോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ ഓരോരുത്തരെയും പത്രോസ്ലീഹ എങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്? പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങൾ. 1 പത്രോസ് 5:8-9 വാക്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. എങ്ങനെയാണ് എതിർക്കേണ്ടത്? വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കണം. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്നും ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്നുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരനും സഹോദരിയിൽ നിന്നും ഇതേ സഹനം തന്നെ, ഇതേ പോരാട്ടം തന്നെ വേണമെന്ന് പത്രോസ്ലീഹ ഇതാ ഇവിടെ നിന്നുകൊണ്ട് നമ്മളോട് പറയുകയാണ്. പത്രോസ്ലീഹയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം പറയുകയാണ്. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാവരോടും പറയുകയാണ്, ഈ ലോകാവസാനം വരെയുള്ള എല്ലാവരോടും പത്രോസ്ലീഹ പറയാണ്, ഞാൻ തോറ്റുപോയെങ്കിൽ, ഈശോയുടെ കൂടെ നിന്നിട്ട് ഞാൻ തോക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തോറ്റുപോയെങ്കിൽ, എൻ്റെ മക്കളെ, പിശാച് അലറുന്ന സിംഹത്തെ പോലെ നടപ്പുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം എന്നുള്ള കാര്യം ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തിന്മയ്ക്കെതിരെ ഞാൻ വീഴില്ല എന്ന് വിചാരിച്ച്, കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. നരകരാജ്യത്തിനെതിരെ ജാഗരൂകരായിരിക്കണം. ഈ കാര്യമാണ് എഫേസ്യസ് ലേഖനത്തിൽ 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്. എഫേസ്യസ് ലേഖനം 6-ാമത്തെ അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ഒന്നുകൂടെ ശ്രവിക്കാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും എങ്ങനെയായിരിക്കണം? കരുത്തുറ്റവരായിരിക്കണം. എങ്ങനെയായിരിക്കണം? എന്നെങ്ങനെയായിരിക്കണം? ഇത് പോരാ, ഈ പറച്ചിൽ പോരാ. കരുത്തുറ്റവരായിരിക്കണം. ആടിത്തൂങ്ങിയിരുന്നാൽ പോരെന്ന്. കരുത്ത് നേടണം. വാടിത്തളർന്നാൽ പോരാ, കരുത്ത് നേടണം.
തകർക്കപ്പെടുന്നത് കണ്ടു കഴിയുമ്പോൾ പേടിച്ചിരുന്നാൽ പോരാ, കരുത്ത് നേടണം. സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും പ്രധാനപ്പെട്ട ആയുധം കുർബാന, വചനം, ജപമാല, ഇതൊക്കെയാണ്. ആശീർവാദം, സഭയോട് ചേർന്ന് എല്ലാ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് എല്ലാ ആയുധങ്ങളും. ഇന്നിപ്പം കർമ്മൽ മാതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസമാണ്. ഉത്തരീയം അതൊരു ആയുധം തന്നെയാണ്. വൈദികരുടെ ആശീർവാദം കൂടെ മേടിക്കുന്നത് അത് ആയുധമാണ്. സഭയിൽ ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ടെന്നേ. ആയുധം എടുക്കുകയും മൂർച്ച കൂട്ടുകയും ചെയ്യണം. ജപമാല കയ്യിലുണ്ട്, പോക്കറ്റിട്ടുണ്ട് നടന്നാൽ മതിയോ? മൂർച്ചയില്ലാത്ത ആയുധമാണ്. ആയുധം കയ്യിലെടുക്കണം. വചനം കയ്യിലുണ്ട്, വായിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനിയായി മാറും. മൂർച്ചയില്ലാത്ത വാളുകൊണ്ട് വെട്ടിയാൽ ഒന്നും മുറിയത്തില്ല. വചനമാകുന്ന വാളെടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തോരം വചനത്തെ ഉപയോഗിക്കണം. നമ്മൾ ചിലയിടത്തൊക്കെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ വീണ്ടും റീതിങ്ക് ചെയ്യുക. നമ്മൾ വേണ്ട രീതിയിൽ യുദ്ധം ചെയ്യുന്നുണ്ടോ? ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് മടുത്തു എന്ന് പറഞ്ഞിരിക്കുകയാണെ വീണ്ടും ശക്തിപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരെ ഇവയൊന്നും നമ്മൾ കാണുന്നില്ലെന്നേ. കണ്ണുകൊണ്ട് കാണുന്നില്ല, പക്ഷെ കാണാത്ത ഒരു ലോകത്തെ കണ്ടുകൊണ്ട്, വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവയ്ക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്ന ആത്മീയ ബോധം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് വചനം വായിക്കുന്നത്. ഈ വചനം വായിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഈ ആത്മീയ അവബോധം ഉണ്ടാകും? ആ വചനം നമ്മൾ ആഴത്തിൽ വായിക്കുക എന്നുള്ള കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ പോരാട്ടത്തിൽ ആർക്കും ഒഴിവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആദിമാതാപിതാക്കന്മാർ വീണ് ആ ആദിപിതാക്കന്മാരുടെ സ്വഭാവം നമ്മിലെല്ലാം ഉണ്ട്. പർദീസയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചെങ്കിൽ അവിടെ പിശാച് വന്നപ്പോൾ ആദി മാതാപിതാക്കന്മാർ അതിൽ വീണുപോയി. അതിൻ്റെ പരിണിത ഫലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, മനുഷ്യകുലത്തിന് മുഴുവനുമുണ്ട്. അങ്ങനെയുള്ള ആ മനുഷ്യകുലത്തെ ആദ്യത്തെ ആദം പരാജയപ്പെട്ടെങ്കിൽ രണ്ടാമത്തെ ആദത്തെ ദൈവം അയച്ചു. അതാണ് ഈശോ. ആ ഈശോ ഒന്ന് സുവിശേഷം പ്രസംഗിക്കുന്നതിന് മുമ്പ് മരുഭൂമിയിലേക്ക് പോയപ്പോൾ അവിടെ ആദ്യം ചെയ്തത് പിശാചിനെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. പ്രലോഭനമായിട്ട് വന്ന പിശാചിനെ വചനമാകുന്ന വാളുകൊണ്ട് വെട്ടി പരാജയപ്പെടുത്തി. അതിനു മുമ്പ് ശരീരത്തിൽ നന്നായിട്ട് ഒരുങ്ങി, ആത്മാവിൽ നന്നായിട്ട് ഒരുങ്ങി. അതാണ് ഉപവാസവും പ്രാർത്ഥനയും. ആവറേജ് ക്രിസ്ത്യാനികളായി ജീവിച്ചാൽ, ഞായറാഴ്ച ക്രിസ്ത്യാനികളെ മാത്രം ജീവിച്ചാൽ നമുക്ക് പിശാചുകളെ ഒന്നും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. യൂറോപ്പിന് എന്ത് സംഭവിച്ചോ അത് ഇവിടെയും സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പരാജയങ്ങൾ വീണ്ടും വരാൻ കാരണം, ആത്മീയ ഉണർവില്ലാതിരിക്കുന്ന കാരണം ഇവിടെ വിശ്വാസത്തിൻ്റെ ക്ഷയം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കിപ്പോഴും അപ്പോഴും അവബോധമില്ലാതെ ആകുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്താണ്, സഭയുടെ അധികാരം എന്താണ്, സ്വർഗീയ അഭിഷേകം എന്താണ്, ഇതൊക്കെ തിരിച്ചറിയാണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണ് തുറക്കപ്പെടാനായിട്ട് നമ്മൾ വീണ്ടും ദൈവവചനത്തിലേക്ക് തിരിയേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ രണ്ടാമാദമായ ക്രിസ്തു വചനം ഉപയോഗിച്ച് ഉപവാസവും പ്രാർത്ഥനയിലൂടെ ശക്തി നേടി പിശാചിനെ പരാജയപ്പെടുത്തി. ആ പിശാചിനെ പരാജയപ്പെടുത്തിയ കാര്യമാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം നോക്കിക്കുകയും, വെളിപാട് 20:10. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധതടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാവകൾ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. തിന്മയെ അവതരങ്ങളെക്കുറിച്ചുമുള്ള അറിവ് നമ്മെ സഹായിക്കും. ഇതിനു വേണ്ടിയിട്ടാണ്, പിശാചിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, മറിച്ച് ശത്രുവിൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ചും പ്രവർത്തന ശൈലിയെക്കുറിച്ചുമുള്ള അറിവ് നമ്മളെ സഹായിക്കും. ആ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഈ തിന്മകൾ എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിന് കേൾക്കാൻ ചെവിയുള്ളവൻ ചെവി തുറന്ന് കേൾക്കണം. ഈശോ വചനം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. പിശാചിനെ പറ്റി ഇത്ര പറയണോ എന്നൊക്കെ ചോദിക്കും. അറിഞ്ഞിരിക്കണം എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം. അറിവില്ലാതെ ജീവിക്കുന്ന അനേകം ക്രിസ്ത്യാനികളുണ്ട്. ഇതിനെപ്പറ്റിയൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നവരുണ്ട്, ഇതൊന്നും ഇല്ലെന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ ഇല്ല എന്നൊക്കെ ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷേ മുമ്പോട്ട് പോയപ്പോഴാണ്, ഈ ശുശ്രൂഷ മുമ്പോട്ട് പോയപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ ആഴമായിട്ട് അറിയുന്നത്.
അതുകൊണ്ട് എല്ലാം പിശാചാണെന്ന് പറഞ്ഞ രീതിയിലല്ല നടക്കുന്നത്. വ്യക്തമായിട്ട് തിരിച്ചറിയാണ്ട് വചനം ഉപയോഗിച്ച് പഠിക്കുമ്പോൾ ശരിയത് തെറ്റെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ബോധ്യമുണ്ടാകും. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനായിട്ട് ഒരു വരം വേണം. വരം ശ്ലീഹന്മാരോട് പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത്. വിത്തിൻ്റെ ഉപമയെപ്പറ്റി പറഞ്ഞിട്ട് ഈശോ പറയുന്നുണ്ട്, വിത്ത് ആദ്യം വീണത് എവിടെയാണ്? വഴിയരികിലാണ്. 4 നിലങ്ങളിലാണ് വീണത്. വഴിയരികിൽ വീണു, പാറപ്പുറത്ത് വീണു, മുള്ളുകൾ ഉള്ള സ്ഥലത്ത് വീണു, നല്ല നിലത്ത് വീണു. ആദ്യം വീണത് വഴിയരികിലാണ്, നടന്ന് തറയുന്ന സ്ഥലമാണ്. അവിടെ വീണ വിത്ത് അതിനെന്ത് സംഭവിച്ചു? പക്ഷികൾ എടുത്തുകൊണ്ട് പോയെന്ന് ഉപമയിൽ പറഞ്ഞു. എന്താ ഈ പക്ഷി? അത് പിശാചാണ്, ശത്രുവാണെന്ന് വിശദീകരണം കൊടുക്കുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് വീഴുന്ന വിത്ത്, അതിനോട് എതിര് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് പിശാച്. അവനത് എടുത്തുകൊണ്ട് പോകും. നടന്ന് തറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ അധികം ശ്രദ്ധയൊന്നുമില്ലാത്ത, ആത്മീയ കാര്യത്തിന് ശ്രദ്ധയില്ലാതെ തിന്മകളുമായിട്ടുള്ളൊരു സമരസപ്പെട്ട് നിൽക്കുന്ന, ലോക വ്യാപാരങ്ങളിൽ നിൽക്കുന്ന ഹൃദയമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയിലേക്ക് വചനം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിശാചത് എടുത്തുകൊണ്ട് പോകും. അപ്പം ദൈവരാജ്യത്തിന് എതിര് നിൽക്കുന്നത്, ദൈവരാജ്യത്തിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ്. ശ്രദ്ധിച്ചുകൊള്ളുക. ദൈവരാജ്യത്തിൻ്റെ വിത്ത് എന്താണ്? ദൈവവചനമാണ്. ആ വിത്ത് നമ്മുടെ ഹൃദയത്തിൽ പാകപ്പെടുത്തി, ഹൃദയ നിലങ്ങളെ പാകപ്പെടുത്തിയിട്ടാൽ അവിടെ ഫലങ്ങളുണ്ടാകും. ദൈവരാജ്യത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ പാകപ്പെടുത്താത്തവർ പറയും, ഇതൊന്നും പറ്റത്തില്ല കേട്ടോ, ഇതൊന്നും സാധ്യമല്ല എന്ന് പറയും. കാരണം അവർ വേണ്ട രീതിയിൽ പാകപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവവചനം വായിക്കാനായിട്ടൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ മടുപ്പ് വന്നതാ, ക്ഷീണം, ഉറക്കം വരുന്നില്ലേ, പിന്നെ ആട്ടെ എന്ന് വിചാരിക്കുന്നില്ലേ? ഇതെന്തിന് എത്രയും മാത്രം വായിക്കുന്നു ചോദിക്കുന്നില്ലേ? കാരണം എന്താണ്? പിശാചിന് ഇതിഷ്ടമല്ല. ദൈവരാജ്യത്തിൻ്റെ വിത്ത് മക്കളെ നമ്മുടെ ഉള്ളിലേക്ക് വീഴുന്നത് ആർക്കിഷ്ടമല്ല? പിശാചിന് ഇഷ്ടമില്ല എന്ന കാര്യം ദൈവമക്കൾ ബോധപൂർവം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മളെപ്പോഴും അവൻ്റെ അടിമ തന്നെയാണ്. ഇക്കാര്യം നന്നായിട്ട് ബോധപൂർവം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് വചനം വായിക്കേണ്ടത്. ശരിയായ ആത്മീയ ബോധം കിട്ടി ദൈവരാജ്യത്തിൻ്റെ മക്കളായി ജീവിച്ച് തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവരാജ്യത്തിൻ്റെ വിത്ത് വീഴാതിരിക്കാൻ പിശാച് ഉണർന്ന് പ്രവർത്തിക്കുന്നു. അതെവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ എടുത്ത് കളയുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. രണ്ടാമത്, ഇനി എങ്ങാനും കുറച്ച് വിത്തുകളൊക്കെ വീണാൽ തന്നെ പിശാച് എന്ത് ചെയ്യും? അതിനെതിരായിട്ടുള്ള ഒത്തിരിയേറെ കളകൾ കൊണ്ടിടും. കളകളുടെ ഉപമയിൽ അങ്ങനെ പറയുന്നുണ്ട്, നല്ല വിത്ത് വിതച്ചു, പക്ഷേ വളർന്നു കഴിഞ്ഞപ്പോൾ ഇതാ കളകളും കൂടെ കയറി വന്ന് ഫലം കൊണ്ടാകുന്നു. നമ്മൾ നല്ല വിത്തല്ലേ വിതച്ച് യജമാനെ എന്ന് വേലക്കാർ ചോദിക്കുകയാണ്. അപ്പോൾ യജമാൻ എന്താ പറയുന്നത്? നമ്മൾ നല്ല വിത്ത് വിതച്ചു, പക്ഷേ നമ്മൾ ഉറക്കമായിരുന്നപ്പോൾ ശത്രു വന്ന് കള വിതച്ചു. എപ്പോഴാണ്? നമ്മൾ ഉറക്കമായിരുന്നപ്പോൾ. ഇവിടെ ഇരുന്നിപ്പോൾ ഉറങ്ങുന്നതിനെ പറ്റി അല്ല പറയുന്നത്, മറിച്ച് നമ്മൾ ആത്മീയ ഉറക്കത്തിലായിരുന്നപ്പോൾ. ഇത്രയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയൊക്കെ വചനം വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയൊക്കെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയൊക്കെ ത്യാഗം എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ആത്മീയ ഉറക്കത്തിലായിരുന്നപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, കണ്ടുകൊണ്ടിരുന്നത് അനേകം കളകളിങ്ങി വന്നുണ്ട്. ചില വിശ്വാസങ്ങൾ, ചില അന്ധവിശ്വാസങ്ങൾ, ചില അർത്ഥവിശ്വാസങ്ങൾ, ചില അവിശ്വാസങ്ങൾ, ചില തെറ്റായ കൂട്ടുകെട്ടുകൾ, തിന്മകളുടെ നോട്ടങ്ങൾ, സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ, മൊബൈലിലുള്ള അഡിക്ഷൻസ് പലതുഞ്ഞു വന്നു. അത് നമ്മൾ അറിയുന്നില്ലെന്നേ. അങ്ങനെ കളകൾ വീണ് കഴിഞ്ഞപ്പോൾ ഈ കളകൾക്ക് വീണ്ടും ഫലങ്ങളായി മാറി. നല്ല വിത്തിനോട് ഇത് കൂടെ വന്നപ്പോൾ അത് നശിച്ചു പോകുന്ന അവസ്ഥയിലായി. അതുകൊണ്ട് സാത്താൻ വളരെ ശ്രദ്ധാലുവാണ്. രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം, സാത്താൻ ശ്രദ്ധാലുവായിരിക്കുന്നത് അത് വീഴാതിരിക്കാൻ വീണ് കഴിഞ്ഞാൽ ഉടനെ എടുത്തുകൊണ്ട് പോകും. രണ്ടാമത്തെ കാര്യം, വീണാലും അത് ഫലം ചൂടാതിരിക്കാൻ കളകളും കൂടെ കൊണ്ടുവരും. അങ്ങനെ ഒത്തിരിയേറെ കളകൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്, സകലരുടെ ഉള്ളിലുണ്ടെന്നേ. ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ ഉള്ളിൽ അനേകം കളകളുണ്ട്. ആ കളകൾ എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ വചനം വായിച്ച് കൂടെ കുമ്പസാരിക്കേണ്ടത്. 6 മാസം കൂടുമ്പോൾ ഈസ്റ്ററിനും ക്രിസ്മസിനും മാത്രം കുമ്പസാരിച്ചാൽ പോരാ. ആണ്ടിലൊരിക്കലും നിങ്ങൾ കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാൽ ആണ്ടിലൊരിക്കലും കുമ്പസാരിച്ചാൽ മതി എന്ന് തിരുസഭ പറയുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ പോയി എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് പോന്നാൽ പോരാ. മറിച്ച്
ഈ കളകൾ എന്തൊക്കെയാണെന്ന് വചനത്തിലൂടെ വായിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് നമ്മുടെ നിലങ്ങളെ നമ്മൾ വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. ഈശോ മിശോ ഇത്രമാത്രം ഗൗരവത്തോടെ പറഞ്ഞ കാര്യം ദൈവമക്കളാണെന്ന് വിചാരിക്കുന്ന നമ്മൾ ലാഘവ ബുദ്ധിയോടെ കണ്ടാൽ നമ്മൾ ആരുടെ അടിമയാണെന്നറിയാമോ? പിശാചിൻ്റെ അടിമ തന്നെയാണ്. തീഷ്ണതയില്ലാത്ത ക്രൈസ്തവ ജീവിതം നടക്കുന്നുണ്ടെങ്കിൽ പിശാചിൻ്റെ അടിമ തന്നെയാണ്. ദൈവരാജ്യത്തിലല്ല, നരകരാജ്യത്തിൽ തന്നെയാണ്. പുറമേ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ തീഷ്ണതയുണ്ടോ? ഈശോ മിശിഹായി പകർന്നു കൊടുക്കാനുള്ള തീഷ്ണതയുണ്ടോ? 10 വചനം പറഞ്ഞു കൊടുക്കാനുള്ള തീഷ്ണതയുണ്ടോ? തെറ്റായ കാര്യങ്ങൾ ഒരാൾ വന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, വചനം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാനുള്ള തീഷ്ണതയുണ്ടോ? മന്ദതയിൽ ജീവിക്കുന്ന മക്കൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. ഇങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, പിശാച് എന്നത് മക്കളെ ഒരു പഴങ്കഥയല്ല. ഈ 21-ാം നൂറ്റാണ്ടിലും പിശാചുണ്ട്. അവൻ പ്രവർത്തന നിരതനാണ്. അവനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മാർഗങ്ങൾ സുവിശേഷത്തിൻ്റെ താളുകളിൽ നിന്ന് നമ്മൾ പഠിക്കണം. അവനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മാർഗങ്ങൾ സുവിശേഷത്തിൻ്റെ താളുകളിൽ നിന്ന് നമ്മൾ പഠിക്കണം. വചനം വായിക്കണമെന്ന് സുവിശേഷത്തിൻ്റെ താളുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ആഴങ്ങൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇവനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നത്. ഈശോ വചനത്തിനാ നിറഞ്ഞതുപോലെ വിശുദ്ധീകരിച്ച് വചനത്താ നിറച്ചപ്പോൾ ഒരു വചനം പറഞ്ഞപ്പോൾ തന്നെ പിശാച് പരാജയപ്പെട്ടു. ഈ ശക്തി നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടെന്നേ. അച്ഛൻ പ്രാർത്ഥിച്ചു, സിസ്റ്റർ പ്രാർത്ഥിച്ചു, ബ്രദർ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ചിലർക്ക് വേണ്ടിയിട്ട് മാത്രം വിട്ടുകൊടുത്തിരിക്കുന്നതല്ല, സകലർക്കും തന്നിരിക്കുന്നതാണ് വചനം. ആ വചനത്താൽ നമ്മൾ നിറയണം. വചനമാകുന്ന വാളെടുത്താൽ പിശാച് പരാജയപ്പെടും. ഒന്ന് ചേർന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, തിരുസഭയോട് ചേർന്ന് വേണം ഈ സുവിശേഷത്തിന് തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ പങ്കുചേരാനായിട്ട്. തിരുസഭയിലാണ് ഇതിനുള്ള അധികാരങ്ങൾ നൽകിയിരിക്കുന്നത്. സാത്താൻ്റെ അരൂപി ഭരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു വ്യക്തിയെ മോചിപ്പിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൽ നാം പങ്കുചേരുകയാണ്. നമ്മൾ ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേരുമ്പോൾ തിരുസഭയോട് ചേർന്ന് യുദ്ധം ചെയ്യുക. രണ്ടാമത്തെ കാര്യം, വ്യക്തിപരമായി നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിലേക്ക് സ്വീകരിക്കണം. പ്രാർത്ഥന ദൈവശക്തി ഡൗൺലോഡ് ചെയ്യലാണ്. ദൈവശക്തി നമ്മിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ദൈവശക്തിയാൽ നമ്മൾ പറയുമ്പോൾ, ആ ദൈവശക്തിയാൽ നമ്മൾ ജീവിക്കുമ്പോൾ, ആ ദൈവശക്തിയാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ തിന്മ അവിടെ പരാജയപ്പെടും. ഈ ദേവാലയത്തിൽ വരുമ്പോൾ മാത്രമല്ല, ഇവിടുന്ന് സ്വീകരിച്ചു പോകുന്ന കൃപയാൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ആ പിശാച് അവിടുന്ന് പരാജയപ്പെട്ട് ഓടിപ്പോവും. ആ വിശ്വാസത്തോടു കൂടെയാണ് ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ട് പോകാനിട്ട്, ഈ കൃപ സ്വീകരിച്ചിട്ട് പോകാനിട്ട്. അനുദിനം നമ്മുടെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് കുർബാന സ്വീകരിച്ചിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ ബന്ധനത്തിനാകാൻ വേണ്ടിയിട്ടല്ല, ആ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ടാണ് നമ്മൾ അനുദിനം ദേവാലയത്തിൽ പോകുന്നത്. ഒന്ന് ചേർത്ത് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല. തിന്മയുടെ ശക്തികൾ എത്രമാത്രം ശക്തമാണോ അതിനേക്കാളും കൂടുതൽ നമ്മൾ യുദ്ധം ചെയ്യണം. അത് ഇതിൻ്റെ ഉത്തരവുള്ളൂ. ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഇത്രയും പോരെ എന്ന് ചോദിച്ചിരുന്നിട്ട് കാര്യമില്ല. ശത്രു നമ്മളെ പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവനെ പരാജയപ്പെടുത്തുന്ന അത്രയും ശക്തി നമുക്കില്ല എന്ന് തന്നെ തിരിച്ചറിയണം. അതുകൊണ്ട് അതിനെ അതിജീവിക്കുന്ന ശക്തിയാണ് നമ്മൾ നേടേണ്ടത്. മൂന്നാമത്തെ കാര്യം, പാപാവസ്ഥയിൽ തുടർന്നുകൊണ്ട് പൈശാചിക ശക്തികളെ പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. പെട്ടെന്ന് ഓടി വന്ന് അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പിശാച് പരാജയപ്പെടില്ല. ആദ്യം ചെയ്യേണ്ടത് വചനം കേട്ട് വിശുദ്ധീകരിച്ച് ജ്ഞാനം കെട്ടി നല്ല കുമ്പസാരമൊക്കെ നടത്തി കഴിയുമ്പോഴാണ് തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിന്മകൾ പരാജയപ്പെടുന്നത്, വിശുദ്ധീകരണം കിട്ടുന്നത്, ശക്തി കിട്ടുന്നത്, ബോധ്യം കിട്ടുന്നത്. അതുകൊണ്ടാണ് ചിലപ്പം ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുക്ക്, കൂടെ വൺഡേ ധ്യാനങ്ങൾ വന്ന് പങ്കെടുക്ക്. ഈ പച്ചൻ പറയും 13 ബുധനാഴ്ചകൾ അല്ലെങ്കിൽ വ്യാഴാഴ്ചകൾ വന്ന് കൂട്, വചനം കേട്ട് വിശുദ്ധീകരിച്ച് കൂടെ കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ ഏതെല്ലാം പ്രശ്നങ്ങൾ വരുത്തുന്ന തിന്മകൾ ഏതൊക്കെയാണോ അതിനെ അതിജീവിക്കാനുള്ള ദൈവശക്തി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് ശക്തമായ ഒരു ബോധ്യത്തോടുകൂടെ നമ്മൾ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യണം. ഇങ്ങനെ പാപത്തിൻ്റെ
എല്ലാ ആധിപത്യങ്ങളെയും പറിച്ചറിയാനായിട്ട് നമ്മൾ നന്നായിട്ട് അനുദപിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. ഒന്നും മാറ്റം വരുത്താനില്ല എന്ന് ആരെങ്കിലും പറഞ്ഞുകൊണ്ട് കുറേ പ്രാർത്ഥനയായിട്ട് ഇരുന്നാൽ അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ അടിഞ്ഞുകൂടിയ കുറേ ശക്തികൾ കിടപ്പുണ്ട്, കഠിന ഹൃദയങ്ങൾ മേഖലയുണ്ട്. അതൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയാൽ മാത്രമേ അവിടെ പിശാച് പരാജയപ്പെടുകയുള്ളൂ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഉള്ളിലുണ്ടാകും, നമ്മൾ എല്ലാവരും ക്രിസ്ത്യാനികളല്ലേ, പിശാചിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ദൈവം പിശാചിനെ കുരിശിൽ അവൻ്റെ ആധിപത്യത്തെ പരാജയപ്പെടുത്തി. അധികാരങ്ങളെ ആധിപത്യങ്ങളെ അവൻ നിരായുധമാക്കി കഴിഞ്ഞു. പക്ഷേ അത് പ്രവർത്തന നിരതമാകുന്നത് നമ്മിൽ ഓരോരുത്തരിലൂടെയാണ്. തിന്മകളെ പരാജയപ്പെടുത്താനുള്ള കൃപ ദൈവമക്കളായ നമ്മൾക്ക് ദൈവം തന്നിരിക്കുകയാണ്. നമ്മളാണ് ഉണരേണ്ടത്. നമ്മൾ ഉണർന്നാൽ മാത്രമേ നമ്മുടെ ദേശം ഉണരുകയുള്ളൂ, കുടുംബം ഉണരുകയുള്ളൂ. ഉണർന്ന് പിശാചിനെതിരെ യുദ്ധം ചെയ്താൽ പിശാച് പരാജയപ്പെടും. അത്രയേ അവനുള്ളൂ. തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളിയല്ലേ ഇവൻ എന്ന് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പിശാചിനെ പറ്റി പറയുന്നുണ്ട്. തീയിൽ നിന്ന് എടുക്കപ്പെട്ട ഒരു കൊള്ളി മാത്രമേ ഉള്ളൂ. അവനെ പരാജയപ്പെടുത്താൻ അത്യുന്നതൻ്റെ ശക്തിയാണ് കുർബാനയായി വചനമായി സഭയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സഭയിൽ, സമൂഹത്തിൽ ദൈവരാജ്യം വരണമെങ്കിൽ വ്യക്തികളിൽ ദൈവരാജ്യം നിറയണം, ദൈവരാജ്യത്തിൻ്റെ അനുഭവം നിറയണം. അപ്പോഴേ പിശാചിൻ്റെ രാജ്യം മാറുകയുള്ളൂ, ദൈവരാജ്യത്തിൻ്റെ ശക്തി നമ്മൾ നിലനിൽക്കുകയുള്ളൂ. അതിന് കൃപ നേടിക്കൊണ്ടേയിരിക്കണം. പൗലോസ്ലീഹയുടെ ഉള്ളിൽ ഒരു മുള്ളുണ്ടായിരുന്നു. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, പക്ഷെ അത് മാറിയില്ല. ഈശോ പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. ഈ തിന്മകളെ പരാജയപ്പെടുത്താൻ ദൈവത്തിൻ്റെ കൃപയാണ് നിരന്തരമായിട്ട് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ത്യാഗമെടുക്കണം, ശരിയായ ത്യാഗമെടുക്കണം, ശരിയായ അധ്വാനം വേണം, ശരിയായ അറിവ് വേണം, ആത്മീയമായ വിവരം വേണം. ഇതെല്ലാം നമ്മൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം. എവിടെയെങ്കിലും വന്ന് ഉറച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ പോരാ. ആത്മീയ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ആത്മീയമായിട്ട് ആഴമുള്ള അറിവ് വേണം. വിശുദ്ധ കുർബാനയെപ്പറ്റി നമ്മൾ പഠിക്കണം. വിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തെപ്പറ്റി നമ്മൾ പഠിക്കണം. അത് അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കാര്യമല്ല, എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അതറിയണം. ആ കുർബാനയിലൂടെ ലഭിക്കുന്ന കൃപ മുഴുവനും നമ്മൾ അറിയണം. ആ വചനം നമ്മൾ വായിക്കുന്നത് ഏതാനും പേർക്ക് വേണ്ടിയല്ല, സകലർക്കും വേണ്ടിയിട്ടാണ്. ദൈവരാജ്യം എന്നിൽ നിൽക്കണോ? ആ ദൈവരാജ്യം ദൈവത്താൽ ഭരിക്കപ്പെടണോ? തിന്മയുടെ രാജ്യങ്ങൾ മാറണോ? നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതിന് ദൈവമക്കൾ ഉണരണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കൂട്ടായ്മ. ദൈവമക്കളുടെ ആ അഭിഷേകമാണ് തിന്മകളെ പരാജയപ്പെടുന്നത്. ഇവിടുത്തെ ഈ ശുശ്രൂഷയിൽ വലിയ ശക്തികൾ പ്രകടമാകുന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ആത്മീയ അവബോധമുള്ള നല്ല മക്കളുണ്ട്, നന്നായിട്ട് യുദ്ധം ചെയ്യുന്ന മക്കളുണ്ട്. പോരാട്ടം നടത്തണം. ആ പോരാട്ടത്തെ ഭയപ്പെടാനിട്ടല്ല, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ യുദ്ധം ചെയ്യുന്ന അനേക പേര് ജയിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് ധൈര്യപൂർവ്വം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യം അത് നമ്മിൽ വരട്ടെ, നരകരാജ്യം നമ്മൾ തകരട്ടെ, നമ്മളെല്ലാവരും ആത്മീയമായ അവബോധമുണ്ടാകട്ടെ. വന്നിരുന്നു എന്നതുകൊണ്ട്, കുർബാനയിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് മാത്രം നമ്മിൽ നിന്ന് പിശാച് പോകത്തില്ല. ഈശോയുടെ കൂടെ നടന്ന യൂദാസ് ഒരു സഹകരണവും ഇല്ലാതെ ജീവിച്ചയാളാണ്. കുറേ കാര്യങ്ങൾ പുറമേയൊക്കെ നടത്തി, പക്ഷേ ഉള്ളിൽ ഈശോയായിട്ട് ഐക്യം ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് അവന് രക്ഷ കിട്ടിയില്ല. കൂടെ നടന്ന് കുറേയൊക്കെ പുറമേയുള്ള ആക്ടിവിറ്റീസ് മാത്രം പോരാ, അകത്ത് ഈശോയുമായ ആഴമായ ബന്ധം, വ്യക്തിപരമായ ബന്ധം, പേഴ്സണൽ പ്രയർ അത് ആവശ്യമാണ്. പേഴ്സണൽ പ്രയർ പലർക്കും ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കും, 5 മിനിറ്റ് പോരാ, ഒരു 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് വെച്ചാൽ പലർക്കും അറിയില്ല. നല്ല ക്രിസ്ത്യാനികളൊക്കെയാണ്, നല്ല സ്വഭാവമൊക്കെയാണ്, സഹായിക്കുന്നതൊക്കെയാണ്. പക്ഷേ പ്രാർത്ഥന എന്നുള്ളത് വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യം അത് ചെയ്യുന്നില്ല. കുടുംബപരമായിട്ട് അതൊരു ആവറേജൊക്കെ ആയിട്ട് ചെയ്തു പോയാൽ അവിടെ പിശാച് പരാജയപ്പെട്ടില്ല. നമ്മിൽ തീഷ്ണത കുറവാണെന്നുള്ള കാര്യമാണ് നല്ല ക്രിസ്ത്യാനികളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. തീഷ്ണതയുള്ള വൈദികരുണ്ടാകട്ടെ, തീഷ്ണതയുള്ള സന്യാസിതരുണ്ടാകട്ടെ, തീഷ്ണതയുള്ള ആത്മായ പ്രേക്ഷിതരുണ്ടാവട്ടെ. ഇവിടെ ദൈവരാജ്യം ശക്തമായിട്ട് പ്രവർത്തിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും അതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. വിടുതലുകൾ അതിൻ്റെ ബാക്കിയാണ്. ദൈവശക്തി നമ്മൾ നിറയാണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം.